വിശുദ്ധ തൃത്വം പാർട്ട് 3. പിതാവിൻ്റെ വചനമാണ് പുത്രനെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്ന് രണ്ട് പേര് സംശയം ചോദിച്ചു, പിതാവിനും പുത്രനും ഒരേ പ്രായമോ? അതൊരിക്കലും തർക്കമില്ലാതെ ഗ്രഹിച്ചു. ഇവിടെ പുത്രനെന്ന് പറയുന്ന പിതാവിൻ്റെ വചനമാണ്. യോഹന്നാൻ 1:1 അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറഞ്ഞ വാക്ക്, വേട്. പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, അത് വായിൽ കൂടി പുറത്തു വരുന്നതാണ് പുത്രൻ. അങ്ങനെ അത് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് തന്നെയാണ്. ഇപ്പം പിതാവ് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനസ്സ് തന്നെയാണ് പിതാവ്. ആ മനസ്സ് പ്രവർത്തിക്കാത്ത സമയം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ ചുരുക്കാണെന്ന് പറയാം. നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ മനസ്സ് പ്രവർത്തിക്കട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മനസ്സിലെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് അപ്പം തന്നെ വായി കൂടി പുറത്തു വരാണ്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, എഴുതിയാലും എഴുതിയില്ലെങ്കിലും, പറഞ്ഞാലും പറഞ്ഞെങ്കിലും പറഞ്ഞ പോലെയായി, എഴുതിയാലും എഴുതിയില്ലെങ്കിലും എഴുതിയ പോലെയായി. അപ്പോൾ പിതാവിൻ്റെ മനസ്സിൽ വരുന്ന, ജനിക്കുന്ന, അതാണ് ജനിച്ചു എന്ന് പറഞ്ഞത്. പിതാവിന് പുത്രൻ ജനിക്കുന്നു എന്ന് പറയേണ്ട കാരണം അതാ. പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, ഉണ്ടാകട്ടെ. അതാ പിതാവിൻ്റെ മനസ്സിൽ ജനിച്ചു, അപ്പം തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വാക്കാൽ പുറത്തു വന്നു. അതാണ് പുത്രൻ. ആ പുത്രൻ വഴിയാണ് പിന്നെ എല്ലാം ആയത്. ഈ വചനം വഴിയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അതാണ് എൻ്റെ അർത്ഥം. പുത്രൻ വഴി എല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാക്ക് വഴി, വചനം വഴി. വചനമാണ് പുത്രൻ. ദ വേർഡ് വാസ് വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ അതാണ് നാം മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുകയാണ്. പിതാവാകുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്നതാണ്. പിതാവിൻ്റെ ഉച്ഛ്വാസവായുവാണ്, നിശ്വസനമാണ് പരിശുദ്ധാത്മാവ്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, ആ ഊത്ത്, ആ കാറ്റ്, ആ മൂക്കിൽ വരുന്ന നിശ്വസനം, അത് അല്ലെങ്കിൽ അതാണ് പരിശുദ്ധാത്മാ. ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവന് ജീവൻ കൊടുത്തു. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരും. അതാണ് പറഞ്ഞത്, ഇതിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പനും മോനും ഒരേ പ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്.